ആട് മൂവിയിലെ ഷാജിപ്പാപ്പന്റെ വണ്ടി പോലത്തെ വണ്ടിയും പാർട്സുകളാക്കിയിട്ടുള്ള അംബാസഡർ ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഞാൻ അടക്കമുള്ള ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് വിന്റേജ് കാറുകളും അതുപോലെ തന്നെ പഴയകാല നാണയങ്ങളും നോട്ടുകളും സ്റ്റാമ്പുകളും എന്തിന് ഗണ്ണുകൾ വരെ കാണാൻ പറ്റിയ സ്പോട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി സ്കൂട്ടേഴ്സും ബൈക്സ് ഒക്കെ ആണെങ്കിലോ അതിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ കാലം മുമ്പുള്ള ഒരുപാട് വണ്ടികളാണ് ഇവിടുന്ന് കാണാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ വിന്റേജ് കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഈ പഴയകാല വണ്ടികളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടികൾ മാത്രമല്ല, ആർമി വെഹിക്കിൾസും പണ്ട് ഗുഡ്സ് ഒക്കെ കൊണ്ടുപോകാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടികളും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ പഴയ ലക്ഷറി വെഹിക്കിൾസ്, അതായത് റോൾസ് റോയ്സ്, ബെൻസ്, BMW തുടങ്ങി ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. റോൾസ് റോയ്സിലാണ് ഏറ്റവും കൂടുതൽ മോഡൽസ് ഞാൻ ഇവിടെ കണ്ടത് കേട്ടോ. സുസുക്കി, ചേതക് പോലുള്ള സ്കൂട്ടേഴ്സും ബൈക്സും ഒക്കെ ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് വണ്ടികളും ഇങ്ങക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. ആ ഒരു ടൈമിൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. പെർ പേഴ്സൺ ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്. മൈസൂർ കർണാടക ഹൈവേയിലാണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. ഒരുപാട് പഴയ വണ്ടികൾ, അതായത് 2000-ന് മുമ്പുള്ള വണ്ടികൾ മാത്രമല്ല, 2000-ന് ശേഷമുള്ള ഒരുപാട് വണ്ടികളും ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല പഴയകാല നാണയങ്ങളും നോട്ടുകളും സ്റ്റാമ്പുകളും പിന്നെ ഉറുമികള്, വാളുകള്, തോക്കുകൾ തുടങ്ങി വേറെയും ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും പയാന വിന്റേജ് കാർ മ്യൂസിയം.